വിനു നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ഫോട്ടോ ഡിവിഷന് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. നെടുങ്ങാടപ്പള്ളിയുടെ അഭിമാനമായി താങ്കൾ ചെറുപ്പകാലം മുതലേ ഈ കഥാരചനയും കഥകളും ഒക്കെ രചിക്കുന്ന ഒരു ചരിത്രം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെറുപ്പകാലം മുതലുള്ള ഈ കലയോടുള്ള അങ്ങയുടെ അഭിനിവേശം എന്തായിരുന്നു? അത് എഴുത്ത് എന്ന് പറയുന്നത് എനിക്ക് വളരെ കുട്ടിക്കാലം മുതലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ എഴുത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ആദ്യത്തെ കഥ എഴുതുന്നത് തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 30 വയസ്സുള്ളപ്പോൾ. അത് അയൽപക്കത്തുള്ള അവിടുത്തെ വീട്ടിലെ കൗതുകങ്ങളും അങ്ങനെയുള്ള അവരുടെ ചില കുസൃതികൾ, അവിടുത്തെ ചേട്ടന്മാരെയും ചേച്ചിമാരുടെയും കുസൃതികളും ഒക്കെ ചേർന്ന് അങ്ങനെ ഒരു കഥ എഴുതി. അപ്പോൾ അന്ന് മുതലേ വായനയും ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഈ വായനയോടൊപ്പം തന്നെ എഴുത്തും, അത് അപ്പോൾ എഴുത്തുകാരനാകണം എന്നുള്ളൊരു ഭാവിയിൽ ഒരു വലുതാകുമ്പോൾ ഒരു എഴുത്തിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം അന്ന് മുതലേ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിരന്തരം എഴുത്തൊക്കെ നടക്കുന്നുണ്ട്. കഥകളും, സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകങ്ങളും, ഇവിടെ സെൻറ്റ് ഫിലോമിന സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകം എഴുതും. പിന്നെ ഇവിടെ നമ്മുടെ CMS ഹൈസ്കൂളിൽ, അവിടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിൽ അപ്പോൾ എല്ലാ വർഷമുള്ള യുവജനോത്സവ മത്സരങ്ങളിൽ കഥാരചന അതിനകത്ത് പങ്കെടുക്കുന്നു. അങ്ങനെ ഈ എഴുത്ത് എന്ന് പറയുന്ന ഒരു സജീവമായിട്ട് തുടരുകയാണ്. അത് പിന്നീട് പക്ഷേ ആ സമയത്ത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നില്ല. പ്രസിദ്ധീകരണം എന്ന് പറയുന്ന ആ സമയങ്ങളിലൊന്നും ചെയ്യുന്നില്ല. അത് പിന്നെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രസിദ്ധീകരണം നമ്മളെ പ്രസിദ്ധീകരിക്കാൻ അയച്ചു കൊടുക്കുന്നത്. അത് ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര ശിശുവർഷം പ്രമാണിച്ച് അന്ന് ഒരു അഖില കേരള അടിസ്ഥാനത്തിൽ ഈ സർക്കാർ തലത്തിൽ ഒരു CLS-ഉം ഒക്കെ ചേർന്ന് സംഘടിപ്പിച്ച ഒരു കുട്ടികളുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അങ്ങനെ ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാമ്പ് കേരളത്തിൽ തന്നെ അങ്ങനെ ബാലസാഹിത്യ ഒരു ശില്പശാല എന്ന് പറഞ്ഞൊരു ക്യാമ്പ് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ അതിലെനിക്ക് ഈ 30 പേരിൽ ഒരാളായിട്ട്, കേരള മൊത്തത്തിലുള്ള 30 കുട്ടികളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. നമ്മുടെ സ്കൂളിൽ ഉള്ള എഴുത്തുകാരായിട്ടുള്ള TS തോമസ് സാർ അവിടെയുണ്ട്, കുഞ്ഞോളി സാറുണ്ട്. കുഞ്ഞോളി സാറായിരുന്നു അതിൻ്റെ ഒരു കോർഡിനേഷൻ വഹിച്ചത്. അങ്ങനെ എൻ്റെ കഥ ഒരു എൻട്രി അയച്ചു കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അതൊക്കെ ഒരു ഉത്തേജനമായിരുന്നു, ഒരു പ്രോത്സാഹനമായിരുന്നു. എന്തായിരുന്നാലും അന്നേരം ഒന്നും ഞാൻ പ്രസിദ്ധീകരണത്തിനൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. പക്ഷേ എഴുതുക എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ അടിത്തട്ടിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. പലതും എഴുതിയത് അപൂർണമായിരിക്കും, അല്ലെ പകുതി വെച്ചത് ഉപേക്ഷിച്ച് കളയും, അങ്ങനെയൊക്കെ ചെയ്യും. എന്തായിരുന്നാലും വളരെ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു 32 വയസ്സായപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പ്രസിദ്ധീകരണത്തിന് ഇത് ഭാഷാഭൂഷണിയിലേക്കൊരു കഥ അയച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ കഥയായിരുന്നു. അപ്പോൾ അതേവരെ അതിനോടകം പത്രപ്രവർത്തന മേഖലയിലേക്ക് ഞാൻ കടന്നു, തൊഴിൽപരമായിട്ട്. ആ സമയത്തൊക്കെയും ഇത് എഴുത്ത് എന്നുള്ളത് ഉള്ളിൽ മനസ്സിൻ്റെ അടിത്തട്ടിലുണ്ടായിരുന്നു. ഇതെന്തെങ്കിലും ഇതിലേക്ക് വരണമെന്നൊരാഗ്രഹം. പക്ഷേ അതെന്തുകൊണ്ടോ അങ്ങനെ അതിലേക്ക് എത്തണം, ഇനി പ്രസിദ്ധീകരിക്കണം, ലോകത്തിന് മുമ്പിൽ ഈ കഥകൾ, എൻ്റെ സൃഷ്ടികൾ വെളിച്ചം കാണിക്കണം, അതിന് സമയമായിട്ടില്ല എന്നൊരു ചിന്തയും അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അത്രയും വൈകിയത്. ഇത്രയും ഏതാണ്ട് 9ാം വയസ്സിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട്. 24 വർഷം കാത്തിരുന്നിട്ടാണ്, ഒരു 4 നൂറ്റാണ്ട് ഞാൻ കാത്തിരുന്നിട്ടാണ് പ്രസിദ്ധീകരണത്തിന് അയക്കാമെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യമാവുന്നു, തീരുമാനിക്കുന്നു, അയക്കുന്നു.